ഗൈസ്, ഇപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുകയാണ്. നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഇതൊരു സെറ്റപ്പ് വെച്ചേക്കുവാണ്. ഈ മഴയത്ത് ഐ തോട്ട് നമുക്കൊരു മേക്കപ്പ് വീഡിയോ ചെയ്താലോ. ബിക്കോസ് ഞാൻ ഒരു 2 ദിവസം മുന്നേ ഒരു ഓഡിയോ ടൈം, നോട്ട് ഷുവർ ഇഫ് ഇറ്റ്സ് ഓഡിയോബിൾ, മൈക്ക് വാങ്ങാം. അപ്പോൾ ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു മേക്കപ്പ് ചെയ്തിട്ട്. അപ്പോൾ മൈ ഫ്രണ്ട്സ്, മൈ റിലേറ്റീവ്സ് വരെ ആസ്കിങ് എങ്ങനെ ചെയ്തത് എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. വ്ളോഗ് ചെയ്യാനല്ല, ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഐ തോട്ട് മൈ നോട്ട് മേക്ക് ഇറ്റ് ടു എ വ്ളോഗ് ആൻഡ് ഷോ യു എ ബിഗിനർ ഫ്രണ്ട്ലി. എന്നെപ്പോലെ എൻ്റെ പോസ്റ്റ് ആക്നി മാർക്സും ഉള്ളൂ. ഇതൊക്കെ ഒത്തിരി, ഒരു മാസം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു മാസത്തിൽ വന്നതാണ്. ഭയങ്കരമായിട്ട് നല്ല പാടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഐം ടെലിങ് യു, ഞാൻ ഒരു നല്ലൊരു മേക്കപ്പ് ചെയ്യുന്ന ആളെ അല്ല. ഐ വിൽ ജസ്റ്റ് ഷോ യു ഹൗ ഐ കവർ അപ്പ് മൈ ഫേസ് മാർക്സ് എവറിത്തിങ്. ഇതാണ് വിത്തൗട്ട് മൈ മേക്കപ്പ് എനിത്തിങ് ലിപ്പിസിങ്ങിൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഞാൻ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ മോയ്സ്ചറൈസർ വി ഹാവ് ടു യൂസ് എ പ്രൈമർ ഓൾസോ. എൻ്റെ കയ്യിലിപ്പോൾ പ്രൈമർ ഇല്ല. സോ നമ്മൾ നല്ലോണം മോയ്സ്ചറൈസർ ഇടുക. എൻ്റെ മോയ്സ്ചറൈസർ തീരാറായി ഗൈസ്. ഇഫ് യു ഹാവ് എ ഗുഡ് പ്രൈമർ യു ക്യാൻ യൂസ് എ പ്രൈമർ ഓൾസോ. നിങ്ങളുടെ സ്കിൻ കെയറിനൊക്കെ ശേഷം, നിങ്ങൾ എന്ത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത്, ആ സ്കിൻ കെയറിന് ശേഷം കാറ്റ് കാരണം ഡോർ അടയുന്നുണ്ട്. അപ്പോൾ സ്കിൻ കെയറിനൊക്കെ ശേഷം യു ഹാവ് ടു ലൈക്ക് യൂസ് എ ഗുഡ് പ്രൈമർ ആൻഡ് മോയ്സ്ചറൈസർ. ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് കഴിഞ്ഞു. പ്രൈമർ എൻ്റെ ഇല്ല. ഐ ഹാവ് ടു ബൈ ന്യൂ വൺ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ആർ ഗോയിങ് ടു ഡു ഈസ്, ആ സൗണ്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. This is the color corrector which I use. So I use the orange one to cover all the dark spots. Okay, നല്ല പോലെ കിട്ടും. ബിക്കോസ് എനിക്ക് അതേ ഉള്ളൂ ഇപ്പോൾ. ആക്ച്വലി കല്യാണ സമയത്ത് ദൈവഭാഗ്യത്തിന് കുരുവൊന്നും വന്നില്ല. ഇവിടെ ഒരു ചെറിയ കുരു ഉണ്ടായിരുന്നു, അല്ലാണ്ട് ദൈവഭാഗ്യത്തിന് ഒന്നും ഇല്ലായിരുന്നു. ദറ്റ്സ് എൻ്റെ പ്രാർത്ഥനേൻ്റെ ഫലം തോന്നുന്നു. അതിനെന്താ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിമ്പിൾസേ ഉള്ളൂ. യു ക്യാൻ എയ്തർ യൂസ് എ ബ്രഷ് ഓർ യു ക്യാൻ യൂസ് യുവർ ഹാൻഡ് ഓൾസോ, ഫിംഗേഴ്സ്. പക്ഷേ ഞാൻ ജസ്റ്റ് ആ ഡോട്ട് ഇടാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഐ ലൈക്ക് ടു യൂസ് ബ്രഷ്. പക്ഷേ ഇങ്ങനെ ടാപ്പ് ചെയ്യാനൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ കൈ തന്നെ ഉപയോഗിക്കുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഈ ആക്നി പ്രോൺ സ്കിന്നെ ഐ തിങ്ക് മൊത്തത്തിൽ ഓറഞ്ച് കറക്റ്റർ എടുത്ത് മൊത്തം ഉപയോഗിച്ച് നല്ലതായിരിക്കും. നിങ്ങൾക്ക് തന്നെ കാണാം എവിടെയൊക്കെ ഒരു ഡാർക്ക് പാച്ചസ് ഉണ്ടോ, എവിടെയൊക്കെ നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഗ്രേ ആവും. ആ ഗ്രേനെസ് വരാണ്ടിരിക്കാൻ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവർക്കെല്ലാം കാണാവുന്നു സൗണ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേനെസ് വരാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഓറഞ്ച് കളർ കറക്റ്റർ ഉപയോഗിക്കുന്നത്. നൗ യൂസ് എ കട്ടിയുള്ളൊരു ബ്രഷ്. ദെൻ നല്ല ടാപ്പിങ് ചെയ്യുക. ഇട്ട് തേക്കരുത്, ജസ്റ്റ് നല്ലപോലെ അങ്ങോട്ട്. ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഡിഫറൻസ് അറിയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള എനിക്ക് ഈ സൈഡാണ്. അതാണ് ഞാൻ ആദ്യമേ ഇതൊന്ന് കാണിച്ചത്. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ജനലെല്ലാം തുറന്നിട്ട് ജനലിൻ്റെ അടുത്തൊന്ന് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ സീ ഓൾ ദ ഡാർക്ക് സ്പോട്ട്സ് വെരി ക്ലിയർലി. സി, ആ ഒരു ഓറഞ്ച് കറക്റ്റർ ഇട്ടപ്പോൾ തന്നെ ഇനി എൻ്റെ വണ്ടിയെ കൂടെ ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാവില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു ദ ഡിഫറൻസ്. അതിനൊരു വൃത്തി വന്നില്ലേ? ഇത് നോക്കൂ, ഇവിടെ ഉണ്ട് സ്റ്റിൽ, പക്ഷേ ഫാർ ബെറ്റർ ദാൻ ബിഫോർ. ഇനി സെയിം സംഭവം
നമ്മൾ ഇപ്പുറത്തെ സൈഡും ഹൈഡ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം നമുക്ക് ആക്റ്റീവായിട്ട് ആക്നി ഉണ്ടെങ്കിൽ എൻ്റെ മണ്ടയ്ക്കിട്ട് ചെയ്യണ്ട കേട്ടോ. ഓ നോ, ഐ എം ഗെറ്റിംഗ് എ കോൾ. It's okay, we will take it later. ഫോൺ എടുക്കാം, വെയിറ്റ്. ഓക്കെ, ബാക്ക് ടു വീഡിയോ. സോറി, എനിക്കൊരു കോൾ വന്നതാണ്, അതാണ് കട്ട് ചെയ്യേണ്ടി വന്നത്. സോ ഇവിടുത്തതും ഓൾമോസ്റ്റ് പോയി. പക്ഷേ കണ്ണിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? എഗെയിൻ ദ ഓറഞ്ച് കറക്റ്റർ. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാനൊരു സെറ്റപ്പിൽ വെച്ചേക്കുന്നതാണ്. ഇഫ് ഇത് ഫ്ലോപ്പായി ഞാൻ ഇത് പോസ്റ്റ് ചെയ്തില്ല കേട്ടോ. അത് ഞാൻ പോസ്റ്റ് ചെയ്യണം, ഇങ്ങനെയല്ലേ പഠിക്കണേ. എനിക്കിവിടെ ഒരു കുഴി പോലെ ഉണ്ട്. അപ്പം ഞാൻ നല്ലപോലെ ആ കുഴിയിലോട്ട് ഇട്ട് കൊടുക്കും. ഈ സൈഡ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ മേക്കപ്പ് ചെയ്താണ് ഇറങ്ങുന്നത്. തന്നെയാണ് ഞാൻ വല്ല ഡേറ്റിനൊക്കെ പോകുമ്പോഴോ കല്യാണമോ ഡെയിലി ലൈഫിൽ നമുക്കിങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരിക്കാനുള്ള പേഷ്യൻസ് എനിക്കില്ല ഗൈസ്. അതാണ് പ്രശ്നം. ഡെയിലി ലൈഫിന് ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ഇടും, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ പൗഡർ സംതിങ് എല്ലാം ഒന്ന് മറച്ചു കൊടുക്കാതെ ഇനി ഓരോ സൈഡ് ചെയ്യാണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തിനാ മേക്കപ്പ് ചെയ്ത് എവിടെ പോകാനാണെന്ന് ചോദിക്കരുത്. എവിടെയും പോകാനല്ലോ, അവിടെ തുടണ്ട. നമ്മുടെ ബേസ് നല്ലപോലെ ഇരുന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന മേക്കപ്പൊക്കെ ബ്ലെൻഡിൻ ആവത്തുള്ളൂ. ദാറ്റ്സ് എ തിങ് വിച്ച് ഐ ലേൺ. ബിക്കോസ് മുന്നേയൊക്കെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ബേസ് ഒന്നും നേരെ ആക്കാണ്ട്, അതായത് മോയ്സ്ചറൈസറോ പ്രൈമറോ ഒന്നും ഇടാണ്ട് ഐ ജസ്റ്റ് പുട്ട് വാട്ട് എവർ ഐ ഹാവ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്രേനെസ് വരും. അത് വരാണ്ടിരിക്കാൻ നിങ്ങൾ പ്രൈമറും മോയ്സ്ചറൈസറൊക്കെ നല്ലപോലെ ഇടുക കേട്ടോ. ഇപ്പം എന്നെപ്പോലെ ഇങ്ങനെ ആക്നി സ്പോട്ട്സോ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കളർ കറക്റ്ററിൻ്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നല്ലൊന്നും ഇടാം. ഐ തിങ്ക് 90% ഓഫ് ആൾക്കാർക്ക് ചെറിയ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. ഈ ഇപ്പോൾ ഒരു ഓറഞ്ചിഷ് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ മാറും കേട്ടോ. See? You can see the difference. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മുഖം കുറച്ച് ഓറഞ്ചിഷ് ആണെങ്കിലും നമ്മുടെ ആ പാടും ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറച്ച് ഡിമ്മാവും. ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ഞാൻ നേരെ നോക്കട്ടെ. ഓക്കെ, നൗ ഐ യൂസ് ദിസ് കൺസീലർ. ബിഗിനർ ഫ്രണ്ട്ലി ഗൈസ്, ബിഗിനർ ഫ്രണ്ട്ലി. സോ നല്ലപോലെ നമ്മൾ ഓറഞ്ച് കറക്റ്റർ ചെയ്തതിൻ്റെ മെയിനായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇട്ടു കേട്ടോ. ആരെങ്കിലും കുറച്ചേ ഇടുമായിരുന്നു, അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് പിന്നെയും കാണാൻ പറ്റും. ഗൈസ് പ്ലീസ് സ്കിപ്പ് ദ വീഡിയോ. പെൺകുട്ടികൾ കണ്ടോ? അനദർ തിങ് ഈസ് എൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്, ബട്ട് ഐ റെയർലി യൂസ് ഫൗണ്ടേഷൻ. ഞാൻ മോസ്റ്റ്ലി കൺസീലർ തന്നെയാണ് ഓടുന്നത്. കൺസീലർ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ നിങ്ങൾക്ക് അവിടെയൊക്കെ തേക്കാം. ഞാനിപ്പോൾ ഫുൾ ഫേസ്, അതായത് നമ്മൾ ഈ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തില്ലേ അവിടെയൊക്കെ നിങ്ങൾക്കിത് തേക്കാം. ഇപ്പം എൻ്റെ മുഖം മൊത്തം കൺസീലറിൽ നിൽക്കുമെന്നു. നിങ്ങൾ എൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് എടുത്ത് വെച്ച് നോക്കണേ. ഈ സൈഡ് ഒരു
ഹ്യൂജ് മാസ് ഡിഫറൻസ് ഇല്ലേ. പിന്നെ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ. എൻ്റെ 2 സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. സെറ്റിംഗ് സ്പ്രേ ഇത്തിരി അടിച്ചിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാം. ഐ ഹാവ് നെവർ ട്രൈ, പക്ഷെ അങ്ങനെയും പറയും കേട്ടോ. എനിക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ബട്ട് മാക്സിമം നിങ്ങൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഇവിടെ കുറച്ചുകൂടെ കറക്റ്റർ വേണമായിരുന്നു കേട്ടോ. അവിടെ രാഷ്നെസ് ഇല്ലേ. ബേസ് ഇസ് കംപ്ലീറ്റഡ്. വേർക്കുന്നുണ്ട്. ഇഫ് യു വോണ്ട് ടു യൂസ് ഐ ഷാഡോ യു ക്യാൻ യൂസ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതർവൈസ് ദിസ് വീഡിയോ വിൽ ബി വെരി ലോങ്. ഐ ഷാഡോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാനത് പഠിച്ചു കേട്ടോ. കുത്തിയിരുന്ന് ഒരു ദിവസം ഇരുന്ന് പഠിച്ചായിരുന്നു ഐ ഷാഡോ എങ്ങനെ ഇടാനൊക്കെ. ഇപ്പം ഐ എം നോട്ട് യൂസിങ് എനിത്തിങ്, ഓൺലി ബേസിക്. നൗ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് കോൺടോർ. ആസ് യു ക്യാൻ സീ മൈ ഫേസ് ഈസ് സോ ചബ്ബി. ഈ ചബ്ബിനെസ് മാറണമെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് തിങ്. എല്ലാം ഇതിൽ തന്നെയുണ്ട്, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നല്ലപോലെ എടുത്തു കേട്ടോ. തന്നെ സ്കിന്നിനൊരു ലിഫ്റ്റിംഗ് കൊടുക്കും. ഇവിടെയൊക്കെ തേക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ അവിടെ തേക്കാറില്ല. എന്തിനാ അവൻ ചുമ്മായിട്ട് ഡാർക്കാക്കണം. ഇവിടെ ഒരു ഇങ്ങനെ ഇട്ട് എടുക്കണം. അപ്പോൾ നോസ് നല്ല പോയിന്റഡ് ആണെന്നൊരു ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ തേക്കാം. വളഞ്ഞു പോയോ? സ്ഥിരം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാൻ കേട്ടോ. സ്ഥിരം ചെയ്തില്ലല്ലോ. സീ ദ ഡിഫറൻസ് ഓഫ് മൈ നോസ്. കറുത്തുപോയി, പക്ഷെ നമുക്ക് മധ്യത്ത് പിന്നെ ബ്രൈറ്റനിങ് കൺസീലർ അങ്ങനെ എന്തൊരു സാധനമുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ഈ ഇത്രയും പോയിൻറ്റ്സിന് ഒരു ഫെയർനെസ് ബ്രൈറ്റായിട്ട് കാണിക്കാനുള്ളൊരു സംഭവമുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെയ്യാം. ഒരു ലിഫ്റ്റിംഗ് വന്നുവേ. ഓക്കെ, ഇനി ആ ബ്രൈറ്റനിങ്ങിന് ഏതൊരു യു ക്യാൻ യൂസ് എ ഫൗണ്ടേഷൻ. ഞാൻ ഇതുവരെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചില്ല, ഇടാന്ന് വിചാരിച്ച, പക്ഷെ തോന്നുന്നില്ല. പകരം നമുക്കിതാ ഈ സാധനം ഉപയോഗിക്കാം ഫോർ ബ്രൈറ്റനിങ്. ഓക്കെ, ലാസ്റ്റ് ചെയ്താലും മതി. പക്ഷേ ദിസ് ഈസ് ലൈക്ക് എ സെക്കൻഡ് ലെയർ. ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ ഡിഫറെൻറ്റ് വേസ് ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇവിടെ ഇടും കുറച്ച്. That blended so good. ഓക്കെ, നമുക്ക് ഇവിടെ ഇത്തിരി കുറവില്ല തോന്നുന്നില്ലേ? ഇട്ട് കൊടുക്കാം. കിടക്കട്ടെ അല്ലേ? മീശേൻ്റെ അവിടെയൊക്കെ ഒരു ഇതുണ്ടല്ലേ. അയ്യോ, ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ വേണ്ട കേട്ടോ. ബേസിക്കലി നമ്മുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഐ മീൻ ഒരു കലയാണ് ഗൈസ്, ഒരു കല. ഈ പെയിൻറ് ചെയ്യുന്നവരും ഡ്രോയിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തേ?
ആക്ച്വലി ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യണ്ടായിരുന്നു, പക്ഷേ ബ്ലെൻഡ് ചെയ്ത സ്ഥിതിക്ക് ചെയ്യാം. ആക്ച്വലി ഞാൻ ബ്ലഷ് കൂടെ ഇട്ടതിന് ശേഷമാണ് അത് ബ്ലെൻഡ് ചെയ്യേണ്ടത്, സോ ദാറ്റ് അത്രയും നാളും ഇവിടെ ഒരു ഫെയർ ആയിട്ട് കിടക്കുമെന്ന് വിചാരിച്ചിട്ടേ ബ്ലെൻഡ് ചെയ്യാം. ഇവിടെ ഒരു ഇവിടെ ഈ ഒരു കോർണേഴ്സിലൊരു ഫെയർ വന്നില്ലേ. ലൈറ്റിങ് അത്ര ശരിയല്ല ഗൈസ്. ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ. ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഐബ്രോസ് ഉണ്ടോ, ആവശ്യത്തിനുള്ളതേ എനിക്കുള്ളൂ, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ത്രെഡും ചെയ്യേണ്ട. സി, ദിസ് ഈസ് ദ ബേസ്. ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ലിപ്സ്റ്റിക് കൂട്ട് ഇറങ്ങാം, പക്ഷേ ഇപ്പം ഇച്ചിരി ഓയിലി ആയിട്ടിരിക്കുന്നില്ലേ. ഓക്കെ, ബ്ലഷ്. ഇത് ചെയ്യാം, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പിങ് ചെയ്ത് കൊടുക്കരുത്. Okay, how is it? Now, ഞാൻ പൗഡർ യൂസ് ചെയ്യണ്ട. പൗഡർ യൂസ് ചെയ്യണം, ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. വെയിറ്റ്, ഐ വിൽ കം ബാക്ക്. ഒരു മിനിറ്റ്. Do we finish? And okay, next thing, ഷാർപ്പ് ചെയ്തിട്ടില്ല. ലിപ് ലൈനർ. എനിക്കെപ്പോഴും ഉണ്ട് ആ ഒരു അസുഖം. ലിപ് ലൈനർ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഐലൈനർ വരയ്ക്കും. ഇഫ് നിങ്ങൾക്ക് ഐലൈനർ വരയ്ക്കണമെങ്കിൽ കരി വരയ്ക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെയല്ലേ. ഞാൻ ഐലൈനർ വരച്ചിട്ട് വരാം. ഞാൻ ഐലൈനർ വരയ്ക്കുന്ന കാണിക്കണ്ടെന്നാണ് വിചാരിച്ചത്, ബിക്കോസ് എനിക്ക് എൻ്റെ കണ്ണടിയിൽ നിന്ന് വരയ്ക്കണം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതൊരു വ്ളോഗാണല്ലോ, എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് വേണ്ടി ഐ ഡു. Why are we opening our mouth when we പോയി ഇതാണ് എനിക്കെൻ്റെ കണ്ണാടി വേണം. പോയി ഗൈസ്. How is it? ഈ മസ്കാര വല്ല കംഫർട്ടബിൾ അല്ല, സോ ഐ ജസ്റ്റ് ഡു ദിസ്. ഇങ്ങനെയുണ്ട് ഗൈസ് കണ്ണ് വരച്ചത്. നൈസ് അല്ലേ? ഇപ്പം തന്നെ നോക്കൂ ദ ഡിഫറൻസ് ഓൺ മൈ ഫേസ്. ഇനി വി ഹാവ് ഓപ്ഷൻസ് ഓഫ് ലിപ്സ്റ്റിക്. I think I'll just go with the Comfort lipstick as always. The blender also ശരിയല്ല, because it was not sharpened.
understand one thing, we should not talk while doing makeup. നീണ്ട ചുണ്ടൂരായിപ്പോയില്ലേ, ബിക്കോസ് മുകളിൽ കൂടിപ്പോയി. നിങ്ങൾ ലാസ്റ്റ് സെറ്റ് ചെയ്യാം, ഒന്നോളം കേട്ടെ. സി, ഇപ്പം തന്നെ നിങ്ങൾ റെഡി ടു ഗോ ആണ്. സീ ദ ലുക്ക്. ഒരു ഗ്ലോ ഒക്കെയില്ലേ. ഇനി ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ദ സെറ്റിംഗ് സ്പ്രേ ഐ യൂസ്. സ്വിസ് ബ്യൂട്ടിയാണ്, നാട്ടിൽ വാങ്ങിയതാണ്. ഇതെടുക്കുക, അങ്ങോട്ട് ശ്വാസം എടുക്കാൻ പറ്റില്ല കുറച്ചുകൂടെ. സി, is the makeup good? ഓക്കെ, സോ അത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എൻ്റെ മണ്ടേ കൂടെ ഐ ഷാഡോ ഇടാം, കുറച്ചുകൂടെ കോണ്ടോർ ചെയ്യാം. വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് യുവർ ഫേസ്, യുവർ മണി, യുവർ വിഷ്. പക്ഷേ എനിക്ക് ഇത്ര മതി, എനിക്ക് ഇത്രയാണ് ഇഷ്ടം. പിന്നെ ഞാൻ റീസെൻ്റ്ലിയാണ് ഇതൊക്കെ പഠിച്ചത്. സോ ചിലപ്പോൾ പോകെ ആഫ്റ്റർ ഒരു 5 years ഒക്കെ എൻ്റെ അടുത്ത് മേക്കപ്പ് പേപ്പറൊന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ വേറെ ആയിരിക്കും പറഞ്ഞു തരുന്നത്. മേ ബി ആഫ്റ്റർ 2 years വരെ വേറെ ആവും. ഇത് ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് മേക്കപ്പ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഈ പ്രോഡക്റ്റ്സ് അല്ലേ ഉള്ളൂ, ഒന്ന് ചെയ്ത് നോക്കാം എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യോ. ഓക്കെ, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഒരു കൺസീലറും ഒരു കളർ കറക്റ്ററും മതി നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ. ദാറ്റ്സ് ഓൾ. സി, പിന്നെ ലിപ്സ്റ്റിക്കും ഓഫ്കോഴ്സ് ഞാൻ ഐ ഷാഡോ ഐബ്രോസ് വരച്ചിട്ട് പോലും ഇല്ല. സി, ഐബ്രോസ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ അത് ടച്ച് ചെയ്യാം, പക്ഷേ വേണ്ട ഗൈസ്. ഞാൻ എപ്പോൾ ഐബ്രോസ് വരച്ചാലും ദിഗംബരനല്ല, നമ്മൾ ആ മീശ മാധവൻ്റെ അപ്പോൾ അതേപോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ not touching my eyebrows. No, I don't thread, I don't do nothing. ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ അറിഞ്ഞാത്തതുകൊണ്ട് ചെയ്യണ്ട. So that's all. അപ്പോൾ if you like this video, please do like. അതിൻ്റെ ഇടയിലൊരു ഇതെടുത്തതാണ്. സോ ഗൈസ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇഫ് യു വാണ്ട്. ഇത് മനസ്സിലായില്ലേ, എനിക്കെപ്പോഴും കൂടി പോകും പല്ലിലൊക്കെ പറ്റി. സോ അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, തംസ് അപ്പ്, സബ്സ്ക്രൈബ്, ഷെയർ. ഇങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ഇമ്പ്രൂവ് ആയി, ഞാൻ ഇമ്പ്രൂവ് ആയിട്ടിരിക്കുക. ഇനി പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കണം. ഇതാണ് ഗ്ലോസ് ഞാൻ ഇടാത്തത്. ഓക്കെ, ഐ ലൈക്ക് ദിസ് ലുക്ക്. സിമ്പിൾ ആൻഡ് എലിഗൻറ്റ്. എത്ര മിനിറ്റ് കൊണ്ട് അത് ചെയ്ത് തീർത്തത്? ഐ തിങ്ക് ഒരു 10 മിനിറ്റ് മതി. പക്ഷെ ഡെയിലി ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഈ പാടും കുരുവൊക്കെ ഉള്ളതുകൊണ്ട്. നോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. See you on the next vlog.